കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല. പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായിരുന്നു. എത്ര ഇടിവെട്ടണം അതിലൊരെണ്ണം. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ഇതിന്റെ തലയിൽ കളിമണ്ണെങ്കിലും ഉണ്ടാവും ഞാൻ കരുതിയേ. അതുമില്ലേ? ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? വിശ്വാസം വരുന്നില്ലല്ലേ? ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. ആണോ? ഭയങ്കര. പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന, ഇയാൾ എന്തോന്നു പറയണേ, നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. എന്നിട്ട് വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. അല്ല, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. ഒന്ന് വിളിച്ചോണ്ട് പോടോ. അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. പിന്നെ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് പറയുക, നീ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. നിന്റെ ഭാവിക്ക് വേണ്ടിയാ.